അതൊരു അരമണിക്കൂറിന് നമ്മൾ ഡെലിവറി ചെയ്തല്ലോ. ഞാൻ തന്നെ. പുറത്ത് വെച്ചിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്തേ. കിട്ടിയല്ലേ? ഓക്കെ, ശരിയാണ്. ശരി, ഓക്കെ. ഹലോ, ഞാനിവിടെ സൂപ്പർ മാർക്കറ്റിലാണല്ലോ. നിനക്കറിയാലോ എൻ്റെ സിറ്റുവേഷൻ. നീ എത്ര നേരം ഞാൻ നിന്നെ വിളിക്കുന്നു? അത് ഞാൻ അങ്ങോട്ട് വിളിക്കുമായിരുന്നു. ഫുൾ ടൈം എൻഗേജ്. അതിനിപ്പോ എന്താ? ദേ ഒന്ന് വന്നേ, ഒരാഴ്ചത്തേക്കുള്ള ഗ്രോസറി മൊത്തം വാങ്ങാനുണ്ട്. വാ. സോറി. എന്താ? ബില്ലെടുത്തോ. ആരെയായി നോക്കുന്നേ? ബില്ലെടുത്തോ. ഇതെന്ത് പറ്റിയതാണാവോ? ത്രേസ്യ കൊച്ചേ, ഇന്നും പതിവ് പോലെ കാറ്റുകൊള്ളാൻ ഇറങ്ങി. ഓഫീസിൽ ജോലിയുണ്ട്, പോട്ടെ. ആഹാ, ഞാന് അങ്ങോട്ട് വരാനിരിക്കായിരുന്നു സാറിനെ ഒന്ന് കാണാൻ വേണ്ടിട്ട്. അത് പിന്നെ രവി സാർ, അതല്ല, കുറച്ച് ഡീറ്റെയിൽ ആയി സംസാരിക്കാനുണ്ടായിരുന്നേ. സാർ ഫ്രീ ആകുമ്പോൾ ഞാൻ ഫ്ലാറ്റിലേക്ക് വരാം. ഞാൻ ഈ സമീപകാലത്തൊന്നും ഫ്രീ ആവില്ല. അല്ല സാർ, കഴിഞ്ഞ ഫ്ലഡ് ഉണ്ടായപ്പോഴേ ഒരു കോൺട്രവേഴ്സി വന്നിരുന്നല്ലോ. അന്ന് സർക്കാരിന് ഒരു റിപ്പോർട്ട് കൊടുത്തിരുന്നു കളക്ടർ എന്ന് പറഞ്ഞു. സാറിന്റെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് കൊടുത്തതെന്നാ പറഞ്ഞിരിക്കുന്നത്. സർക്കാരിനെ കുറ്റപ്പെടുത്തി എന്തെങ്കിലും അതിലുണ്ടോ? കുറ്റപ്പെടുത്തുന്നുണ്ടെങ്കിൽ അല്ല, നിങ്ങളുടെ വിചാരം എന്താണ്? ഈ കാലാവസ്ഥ എന്ന് പറഞ്ഞാൽ കോമഡി ആണെന്നാണ്? ആണോ? അതൊരു കോൺഫിഡൻഷ്യൽ റിപ്പോർട്ടാണ്. ഓക്കെ, അതെ. അത് ഈ ഫ്ലാറ്റ് മുഴുവൻ പറഞ്ഞു നടക്കാനുള്ള. നീ വരുന്നുണ്ടോ? അത് കാറും ചെറിയ ന്യൂനമർദ്ദം, പിന്നെ പറയാം. ഇതിനി അടയത്തുമില്ലേ?